ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്ലി റീസെറ്റ് റുട്ടീൻ വീഡിയോ ആണ്. നമ്മളെ ജാനുവരി ഇവിടെ സക്സസ്ഫുള്ളി അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫെബ്രുവരി തേർഡിനാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ മന്ത് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം, പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ആക്കിയിട്ട് കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു മന്താക്കി കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് പ്ലാനിങ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ന്യൂ സ്കിൻ കെയർ റുട്ടീൻ, ഓർഗനൈസിങ്, പ്രൊഡക്ടിവിറ്റി, ഡീപ്പ് ക്ലീനിങ് ആൻഡ് പ്ലാനിങ് ഫോർ ദിസ് മന്ത്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ പ്ലീസ് കീപ്പ് വാച്ചിങ്. പിന്നെ മറക്കരുത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്തോളി. അപ്പോൾ കീപ്പ് വാച്ചിങ്. അങ്ങനെ ഇൻട്രോ ഒക്കെ പറഞ്ഞു തന്നപ്പോഴത്തേന് ഈ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കർട്ടനൊക്കെ താത്തിയിട്ട് നേരെ ഫ്രഷ് ആവാൻ പോയി. കുറേ സമയമായിട്ടുണ്ടായിരുന്നു വന്നിട്ട്, പക്ഷേ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നപ്പോഴത്തേന് ഈ സമയമായി. പിന്നെ ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കാറ്. ഇതിൻ്റെ മുന്നൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഒന്ന് പാടിയ ഭക്ഷണം കഴിക്കലുണ്ട്. ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല ഗൈസ്, മാറി. പുതിയ മാസം വന്നു, ഞാൻ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് ഞങ്ങൾ മന്ത്ലി ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോയിരുന്നു, ഞാനും അനിയനും കൂടി. അങ്ങനെ അത് അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡ് ആക്കാൻ വിചാരിച്ച് നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ നല്ല കഴിഞ്ഞു. ഇതിൻ്റെ വീഡിയോകൾ കണ്ടില്ലേ? ഇൻഡോമി, മസാല, പാല്, ഓയില്, ഇതുകൊണ്ട് നമ്മളൊരു സാധനം ഉണ്ടാക്കുന്നതാണ് ഗൈസ്. ഏറ്റവും ഇഷ്ടമല്ല അപ്പോൾ ഒരു ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. ഉപ്പും കംഫർട്ടും മിൽക്ക് മെയ്ഡ്, അങ്ങനെ അതൊക്കെ അടുക്കി പറക്കി അതിൻ്റേതായിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കുക എന്നുള്ളത് എൻ്റെ പണിയാണ്. അപ്പോൾ നമ്മൾ പാക്കറ്റ് ഐറ്റംസ്, ബോട്ടിൽ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറേജ് സ്പേസിലാണ് കീപ്പ് ചെയ്യല്. ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ സ്റ്റോർ റൂമിൽ. അപ്പോൾ അടുത്ത നമ്മൾ കുറച്ച് പരിപാടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്ലീനിങ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോണത്. എൻ്റെ ടാബിള് അപ്പോൾ പറഞ്ഞ പോലെ ക്ലീനിങ് ആണ്. ടാബിലുള്ള ഡ്രോയേഴ്സും പിന്നെ അതേപോലെ തന്നെ കബേർഡിൽ 2-3-4 തട്ട് ഞാൻ തീരെ ക്ലീൻ ആക്കാതെ വെച്ചിട്ടുണ്ട്. മീൻസ് അധികം യൂസ് ചെയ്യാത്ത സാധനങ്ങളാണ് അതുമുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മന്ത് അതൊന്ന് ക്ലീൻ ആക്കാമെന്ന്. അത് ഞാൻ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങൾ, അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കി വെക്കലില്ല. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി വെക്കാമെന്ന്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രോയറാണ് ക്ലീൻ ആക്കുന്നത്. ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. അടിയത്തെ 2 തട്ട് കുഴപ്പമില്ല, ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങൾ, നമ്മൾ കൊടുത്ത അസൈൻമെൻറ്റ്സ്, പിന്നെ അടിയത്തിൽ ഓർമ്മക്കായിട്ടിൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ ആൻസർ ഷീറ്റ്, അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വല്ലാണ്ട് മെസ്സല്ല. പക്ഷേ ഫസ്റ്റത്തെ ഡ്രോയർ ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. ടേബിളിൻ്റെ മുകളിലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തോന്നുന്നതിൽ ഞാൻ ഫസ്റ്റത്തെ ഡ്രോയർക്ക് അങ്ങോട്ട് എടുത്തിടും. പിന്നെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ്, അപ്പോൾ പിന്നെ നമുക്ക് എടുത്ത് വെക്കാനും അതിൻ്റേതായിട്ടുള്ള മടികളുണ്ടാവും. വലിയ വലിയ സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടുക്ക് പെറുക്കി വെക്കുക. പിന്നെ കുറേ എന്തൊക്കെയോ പേപ്പർ ഉണ്ടായിരുന്നു. പിന്നെ ഇതേപോലെ തന്നെ വൃത്തിയാക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറുതായിട്ട്, നമ്മളിപ്പോൾ സ്വാമി കഴിഞ്ഞിട്ട് 1 ഇയർ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോഴാണ് ഒന്ന് ക്ലീനിങ് വെച്ചിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനും കൊണ്ട് ഞാൻ ഫുള്ളൊരു തുണിയൊക്കെ കൊടുത്തിട്ട് ക്ലീനാക്കി സെറ്റാക്കി എല്ലാതും ഞാൻ അടുക്കി പെറുക്കി വെക്കുകയാണ്. നമ്മളെ ഡെസ്കൊക്കെ നമ്മൾ ഭയങ്കര നീറ്റാക്കി വെച്ചിരിക്കണം. ആൻഡ് ഡ്രോയറൊക്കെ സെറ്റാക്കി. അടുത്തതൊക്കെ കുറച്ച് ഇഷ്ടമുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടേബിള് വലിച്ച് ബെഡിൻ്റെ സൈഡിലേക്ക് മാറ്റി ഇടുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പ്ലാനറിന് നമ്മളൊരു ബുക്കൊക്കെ മേടിച്ചിട്ട് അത് നമ്മൾ അതിലാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ വെച്ചൊരു മന്ത്ലി പ്ലാനിങ് ചെയ്യാമെന്ന്. കുറേ ഒന്നുമില്ല, എന്നാലും കുറച്ച് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളത് ചെയ്യാൻ പോകാൻ വിചാരിക്കുന്നത്. നോക്കി നോക്കാം. അപ്പോൾ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിൽ നിന്ന് ജസ്റ്റ് ഒരു പിക്ചർ നോക്കിയിരിക്കണം.
എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ആ ഒരു ട്രാക്കൊക്കെ എത്താനുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എനിക്കെന്തോ തോന്നിയ പോലെ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്തു. ആദ്യം തന്നെ നമ്മളങ്ങനെ ഓരോ മന്തിലത്തെ ഓരോ ദിവസങ്ങളിൽ ഉള്ള ഡേറ്റും കാര്യങ്ങളും അങ്ങനെ ഇട്ടിട്ട് അന്ന് സ്പെഷ്യലായിട്ട് നടന്ന എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം എഴുതി. പിന്നെ അതേപോലെ തന്നെ മന്ത്ലി ടു ഡു ലിസ്റ്റും പിന്നെ അതേപോലെ തന്നെ മന്ത്ലി ഉള്ള ഗോൾസും കാര്യങ്ങളും എഴുതിയിട്ട് 2 ബോക്സ് വെച്ചിട്ട് അങ്ങനെ സെറ്റപ്പാക്കി. ഒരു ജേർണലിംഗ് എന്ന് പറയില്ല, എന്നാലും ഒരു കൈൻഡ് ഓഫ് ജേർണലിങ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറേ കളറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗൈസ്, ഫൈനലി നമ്മളെ പ്ലാനർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ ഞാൻ കൂടുതൽ ഭംഗിയൊന്നും വരുത്തിയിട്ടില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതൊക്കെ നടക്കുമെന്നൊക്കെ നോക്കാം, സെറ്റാക്കാം. നടക്കുമെന്ന് നോക്കാമെന്നല്ല, നമുക്ക് നടത്തി എടുക്കണം. സോ ഗൈസ്, പ്ലാനർ ഈസ് റെഡി. ഇതാണ് നമ്മൾ അടുത്ത ക്ലീൻ ആക്കേണ്ട സംഭവം. ഇതിൻ്റെ മുന്നൊരു വീഡിയോയിൽ ഇതിൻ്റെ ഏതോ ഒരു പാർട്ട് ഞാൻ ഇട്ടിക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ അറയിൽ എൻ്റെ ഫസ്റ്റ് ഇയറത്തെ കുറച്ച് ബുക്കാണ്, കുറച്ച് കൂടുതൽ ബുക്കുണ്ട്. അന്ന് പഠിക്കാനുള്ള ആത്മാർത്ഥത കൂടിയോണ്ട് കസിൻ്റെ അടുത്ത് നിന്ന് ഫുള്ള് ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിരുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ ഒന്ന് സെറ്റാക്കി വെക്കണം. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ആയി കിടക്കണം. എൻ്റെ റിംഗ് ലൈറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ പെട്ടെടുക്കുകയാണ്. പിന്നെ ഈ അറയിലും കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ്. അപ്പോൾ അതിങ്ങനെ വലിയ വലിയ സാധനങ്ങളാണ് നമുക്ക് അടുക്കി പെറുക്കി വെക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാകുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റാക്കി വെച്ച് അങ്ങനെ കുറച്ച് നേരത്തെ പണിക്കൊടുവിൽ സംഭവമൊക്കെ സെറ്റായിക്കണം. വലിയ പണിയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ഇത് അങ്ങനെ ഫുള്ള് ക്ലീനാക്കി വെച്ചു. പിന്നെ 1 മാസത്തെ സമ്പാദ്യമാണ്. ജനുവരിത്തെ കച്ചറ മൊത്തം അദ്ദേഹത്തിന് എടുക്കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ഫുള്ളൊരു വേസ്റ്റ് കവറിലാക്കിയിട്ട് അതും അങ്ങോട്ട് മാറ്റി. അടുത്തത് ഒരു അൺബോക്സിങ് ആണ്. അപ്പോൾ ഞാൻ ഒരു പുതിയ സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ കുറച്ച് മുന്നേ സ്റ്റോപ്പ് ചെയ്തതാണ്. ഞാൻ വല്ലാണ്ടൊന്നും ചെയ്യലില്ല. കുറേ ആൾക്കാർ ഇങ്ങനെ കമൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ ഒക്കെ ഒന്ന് കാണിക്കുമെന്ന്. ഞാൻ കറൻ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈവൻ സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്യലില്ലായിരുന്നു. അതിൻ്റെയൊക്കെ ഇത് എൻ്റെ മുഖത്ത് നല്ല വൃത്തിക്ക് കാണാനുണ്ട്. അങ്ങനെ ഞാനൊരു സൺസ്ക്രീനും അതേപോലെ തന്നെ ഒരു ഫെർമെൻറ്റഡ് ഫേസ് അങ്ങനെ എന്തോ സംഭവം ഈ സാധനം അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ ഒരു ഗ്ലൂട്ടാനിയാസിനമൈഡിൻ്റെ ഒരു പോൺസിൻ്റെ ബ്രാൻഡിൽ ഒരു സെറം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 സാധനങ്ങളാണ്. പിന്നെ മോയ്സ്ചറൈസറായിട്ട് ഞാൻ കറൻ്റ് നമ്മളെ വാസ്ലീൻ്റെ ഗ്ലൂട്ടായനെയാണ് യൂസ് ആക്കണത്. സ്കിൻ കെയർ ഒക്കെ നാളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, ടൈം ഈസ് 12:28. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി, ബാക്കി നാളെ. അപ്പോൾ നമ്മൾ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലാനറിൽ എൻ്റെ മെയിൻ ഇത് നമ്മളൊരു 5:30 to 6 അതിൻ്റെ ഉള്ളിൽ എണീക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 5:30ക്ക് അലാറൊക്കെ വെച്ചിരുന്നു. അങ്ങനെ ആ ടൈമൊക്കെ ആയപ്പോഴത്തേന് തന്നെ ഞാൻ എണീറ്റ്. ദിസ് ഈസ് ദ സെക്കൻഡ് ഡേ, February 4th. അപ്പോൾ ഞാനൊരു 5:30ക്ക് ആയപ്പോൾ എണീറ്റ് നമുക്ക് നമ്മളെ മോർണിംഗ് റുട്ടീൻസ് ഒക്കെ ചെയ്യാം. അങ്ങനെ ഞാൻ നേരെ പോയി ഫേസൊക്കെ വാഷ് ചെയ്ത് ബ്രഷൊക്കെ ചെയ്ത് നേരെ വന്നു. അങ്ങനെ പിന്നെ നേരെ രാവിലെ നേരത്തെ എണീറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി വെക്കും. നോട്ടൊക്കെ പിന്നെ ഇപ്പോൾ കറൻ്റ്ലി ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എപ്പോഴും ചെയ്യില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം ചെയ്യലുള്ളൂ. അപ്പോൾ അത് ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ച് ജനുവരിയിലൊക്കെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ മന്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഗൈസ്, രാവിലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ഐസ് ഒരു ബൗളിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലിങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി വെക്കും. അപ്പോൾ നമ്മളെ പഫിനെസ് പോവാനും പിന്നെ അതേപോലെ തന്നെ ഇൻഫ്ലമേഷനൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ രാവിലെ തന്നെ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് റെഡി ആയിട്ട് നേരെ കോളേജിൽ പോകലാണ്. അപ്പോൾ അതിന് തന്നെ വെള്ളം കുടിക്കുന്നുണ്ട്, പിന്നെ നമ്മളെ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്. കൂടെ തന്നെ അടുത്തതായിട്ട് നമ്മളെ പോൺസിൻ്റെ സെറം, ഫൈനൽ നമ്മളെ സൺസ്ക്രീൻ. ഫൈനലി ഗൈസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ലോട്ട്സ് ഓഫ് വാട്ടർ.
ഓരോ മന്തും ഓരോ ബുക്ക് വായിക്കണം വിചാരിക്കുന്നുണ്ട്. കറൻ്റ് ഈ ബുക്കാണ് വായിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ റൊട്ടീൻസിലൊക്കെ കുറേ ചേഞ്ചസ് വരുന്നുണ്ട് ആൻഡ് ഓൾസോ ലൈഫിലും കുറേ ചേഞ്ചസ് വരുന്നുണ്ട്. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാൻ ഷെയർ ചെയ്യുക. അപ്പോൾ ടാറ്റാ.